കുറച്ച് പേര് വരട്ടെ എന്നിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഒരുപാട് ആളുകൾ കയറി. എല്ലാവർക്കും വീണ്ടും ഒരു ലൈവിലേക്ക് സ്വാഗതം. നേരത്തെ ലൈവിൽ വരണമെന്ന് വിചാരിച്ചു, വൈഫൈ ചതിച്ചു, പറ്റിയില്ല. അതുകൊണ്ട് ചില വിഷയങ്ങൾ നിങ്ങളുമായി ഇന്ന് തന്നെ ഒന്ന് പങ്കുവെക്കണമെന്ന് തോന്നി. ഈജിപ്തിനെ ചതിച്ചതാരാണ്? ഇസ്രയേലിന് വേണ്ടി ഹമാസിനെ ചതിച്ചതാരാണ്? മുഴുവനും നോക്കുമ്പോൾ എല്ലാം സ്പൈ മയമാണ് എന്ന് നമുക്കറിയാം. ആദ്യം നമുക്ക് ഈജിപ്തിൽ ജനിച്ചു വളർന്ന് രാജ്യത്തിൻ്റെ രാഷ്ട്രീയ നയതന്ത്ര മേഖലയിൽ നിർണായക ശക്തിയായി മാറിയ ഒരാളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്രസിഡന്റിന്റെ വലം കൈയായിരുന്നു. പക്ഷേ ലോകത്തിന് മുന്നിൽ കുപ്രസിദ്ധനായത് ഇസ്രയേലിന്റെ സൂപ്പർ ചാരൻ എന്ന പേരിലായിരുന്നു. അതുതന്നെയാണ് ഇസ്രയേലിന് ഏറ്റവും കൂടുതൽ ബലവും. കാരണം ഇസ്രയേലിനെ ആരാണോ എതിർക്കുന്നത് അവരുടെ വിങ്ങിനകത്ത് തന്നെ ഉണ്ടാകും ഇസ്രയേലിന്റെ ചാരന്മാർ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അഷ്റഫ് മർവാൻ മൊസാദിന്റെ ചാരനായി മാറിയ വ്യക്തിയാണ്. എന്തുകൊണ്ടാണ് ഈജിപ്ത് ഇദ്ദേഹത്തിന് ഇരട്ടച്ചാരൻ എന്ന അപരനാമം നൽകിയത് എന്നറിയാമോ? അതാണ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത പല സംഭവ വികാസങ്ങളും നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. ഇസ്രയേലിന്റെ അതിർത്തിക്കും അപ്പുറത്തുള്ള ഇന്റലിജൻസ് ശേഖരണത്തെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇസ്രയേൽ ചാര സംഘടനയായ മൊസാദ് എന്ന് പറഞ്ഞാൽ തന്നെ ഏതാണ്ട് എല്ലാ ലോക രാജ്യങ്ങളും മൊസാദിനെ അത്ര കണ്ട് ജാഗ്രതയിൽ തന്നെയാണ് കാണുന്നത്. കാരണം ഇസ്രയേലിനെ എതിർക്കുന്ന, ഇസ്രയേലിനെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഏത് രാജ്യത്തിരുന്നിട്ടാണെങ്കിലും ശരി, ആ രൂപത്തിൽ ശ്രമിക്കുന്ന ഏതൊരാളെയും സൂചി പോയിന്റിൽ ഇല്ലായ്മ ചെയ്യാൻ മൊസാദിന് സാധിക്കും. അതൊരല്പം സമയമെടുത്തിട്ടാണെങ്കിലും ശരി. അങ്ങനെ ഒരു ചരിത്രം കൂടി ഇസ്രായേലിന്റെ സാഹസിക ചരിത്രങ്ങളിലുണ്ട്. അപ്പോ ഈ മൊസാദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാണ് വിവരശേഖരണം. മൊസാദിന്റെ ആസ്ഥാനം എവിടെയാണ്? എന്തെങ്കിലും ഒരു സൂചന കിട്ടിയാൽ എങ്ങനെയാണ് മൊസാദിനെ ബന്ധപ്പെടുന്നത്? ഇതൊന്നും ആർക്കും ഇതുവരേക്കും അറിയില്ല. ചാരന്മാരെ അല്ലെങ്കിലും ഒരു രാജ്യവും വെളിപ്പെടുത്തുന്ന ചരിത്രം ഇല്ലല്ലോ. അവരെന്നും അദൃശ്യരായിരിക്കും. അവർ വിശ്വസിക്കുന്ന, അവർ അർപ്പണബോധത്തോടെ കാണുന്ന ആ രാജ്യത്തിനു വേണ്ടി അവരുടെ ജീവനും ജീവിതവും സമർപ്പിച്ചിരിക്കും. അതുകൊണ്ടാണ് അവരെ രാജ്യസ്നേഹികൾ എന്ന് തന്നെ വിളിക്കുന്നത്. രാജ്യത്തിനു വേണ്ടി എന്ത് ചുമതല ഏൽപ്പിച്ചാലും ശരി, ജീവൻ പണയം വെച്ചിട്ടാണെങ്കിലും അത്തരക്കാർ ആ കൃത്യം പൂർത്തീകരിക്കും. പിന്നീട് അവരെ കുറിച്ചിട്ട് ആരും അറിയില്ല, എവിടെയോ അവര് മാഞ്ഞു പോകുകയും ചെയ്യും. മൊസാദിനും ഉണ്ടായിരുന്നു അത്തരമൊരു സൂപ്പർ ചാരൻ. ചാരന്മാരിലെ മാലാഖ എന്ന് മൊസാദ് തന്നെ പരസ്യമായി പ്രഖ്യാപിച്ച വ്യക്തിയാണ് അഷ്റഫ് മർവാൻ. ഈജിപ്തിലെ പ്രമുഖ രാഷ്ട്രീയ കുടുംബത്തിൽ ജനിച്ച മർവാൻ ഇസ്രയേലിന്റെ ഏഞ്ചലായി മാറിയതിന് പിന്നിൽ ഏറെ ദുരൂഹതകളുണ്ട്. മർവാന്റെ ജീവിതവും മരണവും ഇന്നും ദുരൂഹമായി തന്നെ നിലനിൽക്കുന്നു. ഇസ്രയേല് മാത്രമല്ല, മർവാനെ ഈജിപ്തും അവരുടെ ചാരനാണ് എന്ന് വാഴ്ത്തി പറയുന്നുണ്ട്. അതായത് ഒരേ സമയം ഈജിപ്തിനും ഇസ്രയേലിനും വേണ്ടി വിവരങ്ങൾ ചോർത്തിയ ഇരട്ടച്ചാരൻ. അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടും ഗൂഗിളിൽ നിന്ന്. അതാ ഞാൻ പറഞ്ഞത്, അവരെ സംബന്ധിക്കുന്ന നമ്മൾ അറിയേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അതല്ലാതെ നമുക്ക് അറിയാൻ പാടുള്ളതും പാടില്ലാത്തതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് വസ്തുതകൾ ഉണ്ടല്ലോ. അറിയാൻ പാടില്ലാത്തത് അങ്ങനെ തന്നെ നിൽക്കും. ചില ദുരൂഹതകളോടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത രൂപത്തിൽ നമ്മൾ എല്ലാ കാര്യങ്ങളിലേക്കും നമ്മൾ സൂക്ഷ്മ നിരീക്ഷണം വെച്ചിട്ട് നമുക്ക് എത്തിച്ചേരാൻ കഴിയില്ലല്ലോ. അറിയേണ്ടത് മതി, അറിയണ്ടാത്തത് അറിയണ്ട. അപ്പോ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം
ആ രാജ്യത്തിന്റെ സുരക്ഷ അവർക്ക് പ്രധാനമാണ്. ആ രാജ്യത്തിനെതിരെ ആരെ വാളെടുത്താലും ശരി, ആ വാളാൽ തന്നെ അവരെ തീർക്കാൻ തൽപരരായി ഇസ്രായേൽ സന്തതികളുണ്ടാവും. അത് അവരുടെ ലക്ഷ്യമാണ്. ആരാണോ ഇസ്രായേലിനെ തകർക്കാൻ വേണ്ടി ഒന്ന് ചിന്തിച്ചു തുടങ്ങുന്നത്, അവിടെ മൊസാദ് പ്രവർത്തിച്ചു തുടങ്ങും. അങ്ങനെയാണ് ഇസ്രായേലിന്റെ ചരിത്രം. കാരണം ആ രാജ്യം പിറവി കൊണ്ട ഉടനെ തന്നെ യുദ്ധത്തിന് നേതൃത്വം വഹിച്ചു. അറബ് രാജ്യങ്ങളുമായി യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വന്നു. അതുകൊണ്ട് അങ്ങനെ യുദ്ധം കണ്ടാലോ, ചോര കണ്ടാലോ, സൈനികരെ കണ്ടാലോ, യുദ്ധകാഹളം മുഴക്കിയാലോ ഒന്നും ഇസ്രായേൽ ഭയപ്പെട്ട് പിന്മാറുമെന്ന് വിചാരിക്കണം. ഇപ്പോ നമുക്കറിയാം, ഇസ്രായേൽ ഹമാസ് യുദ്ധം രൂക്ഷമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ഇസ്രായേൽ സേനയെ സംബന്ധിച്ച് നമുക്കറിയാം, ഹമാസിനെ സംബന്ധിച്ചും നമുക്കറിയാം. അമ്പരപ്പിക്കുന്ന പല കാര്യങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ജൂതന്മാരെ മുഴുവനും നശിപ്പിച്ച് ലോകം മുഴുവനും ഇസ്ലാം മത നിയമം സ്ഥാപിക്കുക എന്നതാണ് തന്റെ ലക്ഷ്യം എന്ന് ഹമാസിന്റെ ഓരോ കുഞ്ഞുങ്ങളും പറയുന്നു. അവർ പ്രതിജ്ഞ എടുക്കുന്നു. ഇത് തന്നെയാണ് അൽ ഖ്വയ്ദയുടെയും ലക്ഷ്യം. ഇത് തന്നെയാണ് ജെയ്ഷെ മുഹമ്മദിന്റെയും ലക്ഷ്യം. ഇത് തന്നെയാണ് ഐസിസിന്റെയും ലക്ഷ്യം. അങ്ങനെ തുടങ്ങി എല്ലാ ഇസ്ലാം മത തീവ്രവാദ സംഘടനകളുടെയും അടിസ്ഥാന ലക്ഷ്യം ലോകം മുഴുവനും ഇസ്ലാമിനെ സ്ഥാപിക്കുക എന്നത് തന്നെയാണ്. ആ ഇസ്ലാം മതം സ്ഥാപിക്കുന്നതിനു വേണ്ടി ആദ്യം അവര് ചെയ്യുന്നത് അമുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്നതാണ്. ആ അമുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ഖുർആൻ തന്നെ ഇവർക്ക് ആഹ്വാനം നൽകുന്നുണ്ട്. ഭൂമിയിൽ കുഴപ്പമില്ലാതാകുകയും ഈ ലോകം മുഴുവനും അള്ളാഹുവിന്റെ കാൽ കീഴിലാകുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. ആ ഇസ്ലാമിന്റെ വിശ്വാസം അനുസരിച്ച്, ആ ഖുർആനിന്റെ അധ്യാപനം അനുസരിച്ച് ഓരോ മുസ്ലിമിനും കടമയുണ്ട്. ഇസ്ലാം മത രാജ്യത്തിന്റെ, ലോകം മുഴുവനും ഇസ്ലാം സ്ഥാപിക്കേണ്ടതിന്റെ, അമുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന്റെ ഒരു ഭാഗമായി മാറണം. അതുകൊണ്ടാണ് ഇത്തരം തീവ്രവാദ സംഘങ്ങളെ മുസ്ലിങ്ങൾക്ക്, മുസ്ലിം സംഘടനകൾക്ക്, മുസ്ലിം പുരോഹിതർക്ക് എതിർക്കാൻ സാധിക്കാതെ പോകുന്നത്. ഒരു കാലത്ത് പലസ്തീന്റെ ഭീകര സംഘടനയായ ഹമാസിൽ പ്രവർത്തിക്കുകയും അതിനുശേഷം അതിൽ നിന്നും വേർപിരിഞ്ഞ് ഇസ്രായേലിന്റെ സുരക്ഷാ ഏജൻസിയായ ഷിൻബെറ്റിൽ പ്രവർത്തിക്കുകയും ചെയ്ത വ്യക്തിയാണ് മൊസാബ് ഹസൻ യൂസഫ്. ഈ ഹസൻ യൂസഫ് ഇന്ന് ഇസ്രായേലിന്റെ നെഞ്ചിലെ ചുടുചോരയാണ്. അത്രയ്ക്ക് ഇസ്രായേൽ നെഞ്ചിലേറ്റിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് മൊസാബ് ഹസൻ യൂസഫ്. ഹമാസിന്റെ സ്ഥാപകനായ ഷെയ്ഖ് ഹസൻ യൂസഫിന്റെ മകനാണ് ഈ മൊസാബ്. ഇയാള് ഇസ്ലാം മതത്തെ കണ്ട് ഇസ്ലാം മതത്തിന്റെ നിയമങ്ങളും ഇവര് ചെയ്യുന്ന ക്രൂരകൃത്യങ്ങളും കണ്ട് മനസ്സും മടുത്ത് ഇസ്ലാമിനെ തന്നെ ഉപേക്ഷിക്കുന്ന ഒരു രീതിയാണ് അദ്ദേഹത്തിന്റെ ഹിസ്റ്ററിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. അദ്ദേഹത്തിന് മതിയായി പോയി. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ കണ്ടിട്ട്, അദ്ദേഹത്തിന്റെ പിതാവ് ചെയ്യുന്ന ക്രൂരകൃത്യങ്ങൾ കണ്ടിട്ട്, ഹമാസ് എന്ന ഭീകര സംഘടന ഈ ലോകത്തിന് സമ്മാനിക്കുന്ന വിപത്തുകൾ കണ്ടിട്ട് ഇങ്ങനെ ഒരു മതം ഈ ലോകത്തിന് വേണോ എന്ന് ചിന്തിച്ച വ്യക്തിയാണ് മൊസാബ് ഹസൻ യൂസഫ്. അങ്ങനെ ഇസ്ലാം മതം സ്വീകരിച്ച ഈ മനുഷ്യൻ ക്രിസ്തു മതം സ്വീകരിച്ചു. ഇസ്ലാം മതം ഉപേക്ഷിച്ചിട്ട് ക്രിസ്തു മതം സ്വീകരിച്ചു. മൊസാബിനെ ഗ്രീൻ പ്രിൻസ് എന്നും വിളിച്ചിരുന്നു. ഇസ്രായേൽ സേനയിൽ ചേർന്ന് കഴിഞ്ഞിട്ട് മൊസാബ് ഹസനെ കുറിച്ച് അമ്പരപ്പിക്കുന്ന അത്ഭുതകരമായ ഒരുപാട് കാര്യങ്ങളാണ് പുറത്തു വന്നത്. അത്രയും ജൂതന്മാരെ മുഴുവനും നശിപ്പിച്ച് ഈ ലോകം മുഴുവനും ഇസ്ലാം